ഇപ്പോൾ നമ്മൾ കേട്ടതായ യെഹെസ്കേൽ 36 അവസാനത്തെ വാക്യം നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന കാര്യമാണ്. 36 അവസാനത്തെ വാക്യത്തിൽ ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവകാലത്ത് യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവയാകുന്നുവെന്ന് അവരറിയും. സങ്കേത ഭവനത്തിൽ നിവൃത്തിയാകാൻ പോകുന്ന ഒരു പ്രവചനമാണിത്. ഇവിടെ ഇന്നിപ്പോൾ ഇത്രയും പേരെ ഉള്ളെങ്കിലും അനേകരുടെ മനസ്സും ഹൃദയോടെ എത്തിയിട്ടുണ്ട്. പല തടസ്സങ്ങളുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ 36-32 പറഞ്ഞിരിക്കുന്ന നമ്മൾ ശൂന്യമായിരിക്കുന്ന ഇടങ്ങളെല്ലാം നിറയാൻ പോവുക. അത് അവർക്കെല്ലാം കർത്താവിൻ്റെ ആടുകളായ ഇടയനായ യേശുവിൻ്റെ പച്ചപ്പുൽ പുറത്ത് മേയുവാനും അവൻ്റെ കൂടെ സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രത്യേകത, മൈലപ്ര ധ്യാനമന്ദിരത്തിൽ നിന്ന് പോയ വെള്ളിയാഴ്ച ധ്യാന കുർബാന ഇന്നോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെ മരിച്ചത്, അവിടെ കൊന്നത്, അവിടെ കുരിശിച്ചത് ഇവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. കുരിശിക്കപ്പെട്ടതാണ്. ധ്യാനമന്ദിരവും ധ്യാനത്തിന് ശുശ്രൂഷയും കുരിശിക്കപ്പെടുകയായിരുന്നു. കുരിശിക്കപ്പെട്ടെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കും. ആ ഉയർത്തെഴുന്നേറ്റ് യേശു ആ ധ്യാനമന്ദിരത്തിൽ ചെയ്ത ശുശ്രൂഷ ഇവിടെ തുടരുകയാണ്. അത് തുടർന്നിട്ട് നമുക്ക് ഈ പ്രവചനം നിവൃത്തിയാക്കുന്നത് അനേക ആടുകളിലൂടെ വരത്തക്കവണ്ണം ഈ ദേശം മുഴുവൻ, ഈ പട്ടണം മുഴുവനും ദൈവത്തിൻ്റെ ആടുകളെ കൊണ്ട് നിറയാൻ പോവുകയാണ്. വേറെ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. 37 വാക്യത്തിൽ യഹോവയായ ദൈവം ഇപ്രകാരമുള്ള ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും. ഞാൻ അവർക്ക് ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. 36 വാക്യത്തിൽ ഇടഞ്ഞിടുന്നതായ പട്ടണങ്ങൾ യഹോവയെ ഞാൻ പണിത് ശൂന്യ പ്രദേശത്ത് തൈകൾ വെച്ചുവെന്ന് നിങ്ങൾ ചുറ്റും അവശേഷിക്കുന്ന ജനങ്ങൾ അന്ന് അറിയും. യഹോവയെ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. 35 വാക്യത്തിൽ ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീർന്നല്ലോ. വിജനവും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നതായ പട്ടണങ്ങൾ കോട്ട കെട്ടി ഉറപ്പിച്ചതും നിവാസികളുള്ളവയുമായി തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഈ വചനം നിവൃത്തിയാകാൻ പോവുക. നമ്മുടെ ഉള്ളിലെ എല്ലാ ശൂന്യ സ്ഥലങ്ങളിലും ഏദൻതോട്ടം പണി നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട ഏദൻതോട്ടം നമ്മൾ വീണ്ടും പണിത് അവരെ അവിടേക്ക് മടക്കി വരുത്തുവാൻ, അങ്ങനെ പന്തീശായുടെ അനുഭവത്തിലേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇവിടുത്തെ എല്ലാ ദിവസവുമുള്ള കുർബാന, എല്ലാ ദിവസവുമുള്ള ധ്യാനങ്ങൾ അനേകം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർപ്പിക്കുന്നു. പുതിയ ഹൃദയവും പുതിയ ആത്മാവും തരാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന വചനം അപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ട് അത് പ്രാർത്ഥനയും ആരാധനയും ധ്യാനവും അനുഭവമായി മാറുവാനുള്ള ആ വലിയ കൃപായുഗത്തിലെ കൃപാവരം പെന്തക്കോസ്ത് പെരുന്നാളിൽ സംബന്ധിച്ച 120 കിട്ടിയ അനുഭവം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 50 ദിവസത്തെ നമ്മളുടെ കുർബാന കഴിഞ്ഞ് 50-ാം ദിവസത്തിൽ 100% നമ്മുടെ ഹൃദയത്തിൽ വചനം മുഴുവൻ എഴുതാൻ തക്കണം. ഓരോ കുർബാനയും കഴിയുമ്പോൾ വചനത്തിൻ്റെ റെക്കോർഡിങ് നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ധ്യാനമായി തീർന്നുകൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് അനുഗ്രഹം കിട്ടുന്നവരെല്ലാം സാക്ഷ്യം പറഞ്ഞ് ആ സാക്ഷ്യം കേട്ട് അനേക ദിവസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ കുർബാന രഹസ്യമായി നിങ്ങളെ ഓർക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർത്തു കഴിഞ്ഞു. പരസ്യമായി ഇനിയും വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾവിക്കാരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനായിട്ട് ആവശ്യമാണ്. സങ്കേത ഭവൻ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ തൻ്റെ ഉദ്യോഗത്തോടൊപ്പം വീട്ടുകാര്യവും സങ്കേതഭവനത്തിൻ്റെ കാര്യവും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീട്ടിൽ അവരെ മടുപ്പിക്കാൻ വേണ്ടി പിശാച് ചെയ്ത ഒരു തന്ത്രമുണ്ട്. പിശാച് നമ്മളെ മടുപ്പിക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ പ്രയോഗിക്കും. പലതരം ബാധകൾ വരുത്തുക. അപ്പം മടുത്തു പോവുക. എന്തായിരുന്നു ആ വീട്ടിലെ ബാധ എന്നറിയാമോ? വീട് മുഴുവൻ ഉറുമ്പ്. ആഹാരം ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാനൊന്നുമില്ല. അതെല്ലാം അതിനകത്തൊന്ന് കയറുക. എല്ലാം മുറിക്കാത്ത ഉറുമ്പ്, ബെഡേൽ ഉറുമ്പ്, എല്ലായിടത്തും ഉറുമ്പ്. എന്നൊക്കെ ചെയ്തിട്ടും DDT പൊടി ഇട്ടിട്ടും അത് പോകുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്തു വിട്ടുന്നത് അതിട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പുരുഷനെന്ന് പറഞ്ഞാട്ട് മൈക്ക് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ആ പ്രശ്നം ദൈവസേനയിൽ സമർപ്പിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ഉപ്പ് പ്രാർത്ഥിച്ച് കൊടുത്തുവിടെ. ആ ഉപ്പ് അവരുടെ പറമ്പിൻ്റെ നടുക്കൂടെ കുരിശാകൃതിയിൽ നെടുകയും കുറുകയും ഇടാൻ പറഞ്ഞു. വീട്ടിലൊക്കെ ഇടാൻ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് വിൽസൺ പറഞ്ഞാട്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഇന്നലെ വൈകിട്ട് ചെന്നപ്പം ഉണ്ടായിരുന്നു. അതവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥന വെച്ചു.
ഇന്നലെ വൈകിട്ട് അതിട്ടില്ല. ഇന്നലെ വൈകിട്ട് പ്രാർത്ഥിച്ചു. രാവിലെ പ്രാർത്ഥിച്ച് അടുക്കളയൊക്കെ ചെന്നപ്പോൾ അവിടെ ഒന്നും റൂമില്ല. എങ്കിലും എല്ലാവരും വെളുപ്പിന് തന്നെ കൊണ്ട് എല്ലാവരും കൊണ്ടിട്ടു. പിന്നെ അപ്പോൾ ഇന്നലെ കുഞ്ഞിന് വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര പനി, വല്ലാത്ത പനിയായി. കുഞ്ഞിന് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. പക്ഷേ അത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും അത് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി ഒരു പിശാചിൻ്റെ ഒരു തന്ത്രമായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പനി വിട്ട് മാറി. അതും കുഞ്ഞിനെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു പിശാചിൻ്റെ ഒരു പരീക്ഷയായിരുന്നു. ഞങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന് സ്വന്തം പറയുന്നു. പിന്നെ രാവിലെ എല്ലാം ഉപ്പൊക്കെ ഇട്ടു. പക്ഷേ കുടുംബ വിശേഷം ഏകദേശം എല്ലാം മാറി. ഇന്നും കാണുന്നില്ല. രാവിലെ അങ്ങനെയുള്ള പ്രാണിയുടെ ശല്യമില്ലായിരുന്നു. ദൈവനാമം മാത്രപ്പെടെ ദൈവത്തിന് നന്ദി. എന്നോടുള്ള നിൻ സർവ നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും പരസ്പരം പ്രബോധിപ്പിക്കണമെന്നൊരു വചനമുണ്ട്. എവിടെയാണെന്ന് ആദ്യം ഓർമ്മയുണ്ടോ? എബ്രായ ലേഖനം എത്രാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണ് പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം എല്ലാ ദിവസവും തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണമെന്നാണ്. 3-ാം അധ്യായത്തിന്റെ എത്രാം വാക്യം? 3-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യത്തിലാണ്? എബ്രായർ 3-ന്റെ എത്രാം വാക്യത്തിലാണ് നോക്കിയത്? ഇന്ന് എന്ന് പറയുന്നിടത്തോളം പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ പങ്കാളികളാകാൻ വേണ്ടി ആദ്യ വിശ്വാസം അവസാനം വരെ പിടിക്കണം. പിശാചിന്റെ തന്ത്രമാണ് വിശ്വാസം കുറയ്ക്കുക എന്നുള്ളത്. അവിശ്വാസം വരുത്തുക, ക്ഷീണിപ്പിക്കുക, മടുപ്പിക്കുക, തളർത്തുക, ഇതൊക്കെ അവന്റെ പരിപാടിയാണ്. അവിടെ ഒന്നും തളരരുത്. നമ്മൾ നാമതീസായ ലേഖി പറഞ്ഞ സത്യവിശ്വാസം എല്ലാ യാമപ്രാർത്ഥനയിലും ചൊല്ലുന്നു, എല്ലാ കുർബാനയിലും ചൊല്ലുന്നു, എപ്പോഴും ചൊല്ലുന്നു. സ്തോത്രയാഗം ഇത് ഏറ്റുപറച്ചിലിന്റെ റെപ്പറ്റീഷനാണെന്നാ പറയാം. അതെവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ യേശുവിനെ നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ അവന്റെ നാമത്തിലായി അത്ഭുതമെല്ലാം നടക്കുന്നത്. അവന്റെ രക്തത്താൽ, അവന്റെ നാമത്താൽ, അവന്റെ വചനത്താലാണ് നടക്കുന്നത്. അപ്പൊ അത് സ്തോത്രം എന്ന യാഗം ഇടപെടാതെ അർപ്പിക്കണമെന്ന് പറയുന്നു. ഇത് അതിന്റെ ബാക്കിയാണ്. എത്ര വാക്യത്തിലാണെന്നറിയാവോ? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാണ്. 13-ാം അധ്യായത്തിന്റെ അതുകൊണ്ട് നാം പറഞ്ഞാട്ടെ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ. അപ്പൊ സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചെങ്കിലേ വിശ്വാസത്തിൽ വളരുകയുള്ളൂ. സ്തോത്രം നിർത്തിക്കഴിഞ്ഞാൽ വിശ്വാസത്തിൽ തളരും, മടുപ്പ് വരും, പരിപാടിയൊക്കെ വേണ്ടാന്ന് തോന്നും, എന്നെ കൊണ്ട് മേലാന്ന് തോന്നും. ഇതെല്ലാം പിശാച് പറയുന്ന തന്ത്രമാണ്. സ്തോത്രം ഹല്ലേലൂയ, ഞാൻ അവനെ വിശ്വസിക്കുന്നു, അവന് മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും. വിശ്വസിക്കുന്നതിനാൽ സകലവും സാധിക്കും. ബലഹീനതയിൽ ദൈവം ബലം വർദ്ധിപ്പിച്ചു തരും. കർത്താവിന് അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടിട്ട് നമ്മളെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. പിശാചാ പറയുന്നത് ഒത്തിനാളായില്ല പണി തുടങ്ങിയിടുന്ന, നിർത്തിനി മതിയെന്ന് പറയും. അപ്പൊ ഞാൻ നിർത്തുകയില്ല, ഞാൻ അവസാനം വരെ ഇത് തുടരും. എനിക്ക് ശക്തിയില്ലെങ്കിൽ ശക്തനാകും, എന്നെ ശക്തനാക്കും എന്ന് പറഞ്ഞ് സ്തോത്രം എന്ന യാഗം ഇടാതെ അർപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രബോധനം ഉണ്ടെങ്കിൽ, തമ്മിൽ പ്രബോധിപ്പിക്കാൻ ദൈവാത്മാവ് പ്രേരണ തരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള സമയമാണ്. 11 മണിക്ക് കുർബാന ആരംഭിക്കും. ഇനിയുള്ളതായ സമയം 40 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും തമ്മിൽ പ്രബോധിപ്പിക്കാനുള്ള വചനപ്രകാരം പ്രബോധനത്തിലുള്ള നല്ലവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള പ്രചോദനം ഉണ്ടെങ്കിൽ അതിനായിട്ട് ഒരു പാട്ട് പാടുന്നു. ഇത്രയും സമയം പ്രബോധനങ്ങളും സാക്ഷ്യങ്ങളും തരുവാനുള്ള അവസരങ്ങളാണ്. എന്നിട്ട് ഈ കുർബാന സമാധാനം വലിയും സ്തോത്രമാണ്.
അത് അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തിയോബോയുടെ രഹസ്യ പ്രാർത്ഥന തുടരുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വചനപ്രകാരമുള്ള സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും തുടരണമെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 36 മുതൽ. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്വല്പസമയം ഇരിക്കാം. ഈ 2 വാക്യങ്ങളുടെ വായനയിലൂടെ നമ്മൾ സ്വയപരിശോധന നടത്തുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ വാക്കുകൾ കൃപയും ഉപ്പും ഉള്ളതായിരുന്നു എന്ന് പരിശോധിക്കുക. കൃപയും ഉപ്പും ഇല്ലാത്ത വാക്കുകൾക്ക് ന്യായവിധി വരുമെന്നാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് പല ഉപയോഗങ്ങളുണ്ട്. കൊലോസ്യർ 4 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നിങ്ങൾ ആരോടെങ്കിലും വർത്തമാനം പറയുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന കാര്യത്തിന് കൃപയും ഉപ്പും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവിന്റെ വചനവും പൗലോസ്ലിയായിൽ കൂടെയുള്ള പരിശുദ്ധാത്മാവ് തരുന്ന വചനവും രണ്ടും ചേർത്ത് വെച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ വാക്കുകൾ ന്യായവിധിക്ക് വന്നിട്ട് ശിക്ഷിക്കപ്പെടുന്ന വാക്കുകളാണോ അതോ അനുഗ്രഹം കിട്ടുന്ന വാക്കാണോ നമ്മൾ പറഞ്ഞത്? നമ്മളെ എന്തെല്ലാം വാക്കുകൾ ആരോടെല്ലാം പറഞ്ഞിരിക്കുന്നു, അതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? കൊലോസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നമ്മുടെ സ്വയപരിശോധനയ്ക്ക് ഉതകട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോടെ പെരുമാറുകയും ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടി ഇതിന് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നമ്മുടെ ഇത്രയും നാളത്തെ വാക്കുകൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ട്. നമ്മുടെ ഓരോ വാക്കുകളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലെ പൊടിയിലും അതിന്റെ റെക്കോർഡുണ്ടെന്നാണ് പറയുന്നത്. ന്യായവിധിയുടെ സമയത്ത് ആ പൊടിയും നമ്മളോട് സാക്ഷ്യം പറയും, നമ്മളെന്തെല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം. ടേപ്പ് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനത്തിലെ ടേപ്പിനകത്ത് ഈ ശബ്ദമെല്ലാം പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ തരികള പൊടിയാ, ഇരുമ്പ് പൊടി അതിനകത്തുണ്ട്. ഇരുമ്പ് പൊടി ചേർത്തതാണ് ടേപ്പ് റെക്കോർഡിന്റെ ടേപ്പ്. ഇപ്പൊ ടേപ്പ് റെക്കോർഡില്ലേ, വോയിസ് റെക്കോർഡില്ലേ. അപ്പൊ നമ്മുടെ ഓരോ വാക്കുകൾക്കും ഈ പൊടികൾക്ക് ചലനം സൃഷ്ടിക്കാൻ കഴിവുണ്ട്. അതൊരു രേഖയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ സ്വർഗത്തിലെ സ്വർണ്ണ പുസ്തകത്തിലും ഭൂമിയിലെ പൊടിയിലും ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളിലും ടേപ്പ് റെക്കോർഡുണ്ട്. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യായവിധിയുടെ സമയത്ത് അതെല്ലാം പ്ലേ ചെയ്യാനുള്ള ഉപകരണം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം വർത്താനം പറയാൻ. ഓരോ വാക്കിനും ന്യായവിധി ഉണ്ടെന്നാ കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് ന്യായസ്ഥാന ദിവസത്തിൽ എന്തുമാത്രം വാക്കുകൾ ന്യായസ്ഥാനത്തിനായിട്ട് എടുക്കും. നിന്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഏത് വാക്കിനാലാണ് നീതിയിരിക്കപ്പെടുന്നത്, ഏത് വാക്കുകളാലാണ് കുറ്റം വിധിക്കപ്പെടുന്നത്? അത് പരിശോധിക്കുന്നതിന് കൊലോസ്യ ലേഖനം 4 അധ്യായം 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് ഇപ്പോഴും കൃപയോടുകൂടി ഉപ്പിലാണ്ട് ജീവിച്ചതായിരിക്കട്ടെ. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറി. ആരാണ് പുറത്തുള്ളവർ, ആരാണ് അകത്തുള്ളവർ? കുടുംബജീവിതം നയിക്കുമ്പോൾ അകത്തുള്ളവരാരാ? ഭാര്യയും ഭർത്താവും മക്കളും അകത്തുള്ളവര്. അതിഥികൾ വീട്ടിലുള്ളവരാണ്, വെളിയിൽ നിന്ന് വന്നവരാ. അയൽവക്കംകാര്, അതിഥികള്, ഏതൊരു കാര്യം ചോദിക്കാൻ വന്നവര്, മീറ്റർ നോക്കാൻ വരുന്ന ലൈൻമാൻ, ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും കേടന്ന് നന്നാക്കാൻ വരുന്ന ലൈൻമാൻ, ഇവരൊക്കെ വീട്ടിൽ വന്നേച്ച് പോകും. ഇതൊക്കെ പുറത്തുള്ളവരാ. അപ്പൊ ഈ പുറത്തുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം ജ്ഞാനത്തോടെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ആ ജ്ഞാനം പരിശുദ്ധാത്മാവ് തരേണ്ട ജ്ഞാനമാണോ? അതിന്റെ ശേഷം നിങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടി ഇതിന് ഉപ്പനായിട്ട് ജീവിതമായിരിക്കട്ടെ. ഏതെങ്കിലും ആരോടും പറയണമെന്ന് തോന്നാൽ ഉടനെ പറയുകയല്ല വേണ്ടത്. ആ തോന്നുന്ന കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവ്, എനിക്ക് ഇന്ന കാര്യം എന്നോട് പറയണം തോന്നുന്നു. അതിന് കൃപയും വേണം, ഉപ്പും വേണം.
എന്തെല്ലാം കാര്യങ്ങൾ ആണ് കൃപയും ഉപ്പും നമ്മുടെ വാക്കുകൾക്ക് വരുത്തുന്നത്? പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സത്യമാണോ എന്ന് ആദ്യം ചോദിക്കണം. സത്യം മാത്രമേ പറയാവൂ. അപ്പോൾ ആ ഒരു അരിപ്പിക്കകത്ത് തന്നെ കുറേ സാധനം അങ്ങ് പോകും. ആ സത്യമാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എനിക്കിങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതെന്നപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ അരിപ്പയിൽ സത്യമാണോ ഇല്ലയോ ഒന്ന് സംശയമുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ വേണ്ടാന്ന് നോക്കാം. അപ്പോൾ കുറേ കാര്യങ്ങൾ മാറിയില്ലേ? പിന്നെ അരിക്കുക സത്യമാണെങ്കിലും പറയണമെന്നില്ല. എപ്പോഴാ സത്യം പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമില്ലാത്ത സത്യങ്ങളുണ്ട്. സത്യം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല, പ്രയോജനമുള്ള സത്യമേ പറയാവൂ. പ്രയോജനമില്ലാത്ത സത്യം പറഞ്ഞാൽ ചിലപ്പം അടി കിട്ടിയെന്നിരിക്കും. വീട്ടിലോട്ട് ഒരാൾ കയറി ചെന്നു. ആ വീട്ടിലെ വീട്ടുകാരത്തി കോങ്ങണ്ണുണ്ട്. കോങ്ങണ്ണി അമ്മച്ചി എന്തിയാ അച്ചായൻ എവിടെ പോയി? എന്താ അവിടെ വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ ഇന്ന കാര്യത്തിന് വന്ന പറഞ്ഞത് സത്യമല്ലേ? പക്ഷെ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ആ വീട്ടുകാരൻ്റെ ഇടയ്ക്ക് ഒന്നൊരു അടി വെച്ച് കൊടുക്കും. ഞാൻ അവളെ കണ്ടിട്ടാണ് കെട്ടിയത്, കോങ്ങണ്ണുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെട്ടിയത്, നിന്നോട് ആര് പറഞ്ഞത് പറയാൻ? അപ്പോൾ പറഞ്ഞത് സത്യമാണ്, കിട്ടിയത് അടിയാ. ഞാൻ പിന്നെ മര്യാദയ്ക്ക് അടിക്കുന്നില്ല, മേലായി ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞേക്കരുതെന്ന് പറയും. അപ്പോൾ സത്യം എല്ലാം പറയണോ? ഇല്ല. കണ്ട സത്യം എല്ലാം പറയണോ? കേട്ട സത്യം എല്ലാം പറയണോ? പറഞ്ഞ പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പം പ്രയോജനമില്ലാത്തതായതുകൊണ്ട് ചില സത്യങ്ങൾ നമ്മൾ കണ്ടാലും കേട്ടാലും അവഗണിച്ച്. അപ്പം രണ്ടാമത്തെ അരിപ്പ പ്രയോജനമുള്ളതാണ്. ഒന്നാമത്തെ അരിപ്പിക്കകത്ത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാഞ്ഞുകൊണ്ട് കുറേ പോയി. രണ്ടാമത്തെ അരിപ്പിക്കകത്ത് ഇതിന് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, അല്ലെ പ്രയോജനം ഇല്ല എന്നുള്ള ഒന്നൊന്നിലും സംശയം ഉണ്ടെങ്കിലും പറയണ്ട. പ്രയോജനം ഉണ്ടായാലും എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഉറപ്പുമില്ല പറഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം അരിപ്പിക്കകത്തും കുറേ സാധനം അങ്ങ് പോകും. സത്യവുമാണ് ഇത്, പ്രയോജനമുള്ളതുമാണോ? ഞാൻ തന്നെയാണോ ഇത് പറയേണ്ടത്? അങ്ങനെയൊരു കാര്യമുണ്ട്. സത്യമാണ്, പ്രയോജനമാണ്, പറയേണ്ടതുണ്ട്. പക്ഷെ ഞാനാണോ ഇത് പറയേണ്ടത്? അതെപ്പോഴാ ചോദ്യം ചോദിക്കണമെന്നറിയാവോ? കല്യാണ ഉറപ്പിന് സ്റ്റേജിൽ മണവാളനും മണവാട്ടിയൊക്കെ വന്നിരിപ്പുണ്ട്. വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം ഒത്തിരി ആലോചനയൊക്കെ അവർ നടത്തിയതാണ്. അപ്പോൾ ആ സമയത്ത് അവസാനം ഒരു പ്രഖ്യാപനമുണ്ട്, കല്യാണ നിശ്ചയത്തെക്കുറിച്ചൊരു പ്രഖ്യാപനം. ഇന്ന ദിവസം ഇന്നടുത്ത് വെച്ച് ഈ കല്യാണം നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിന് ആളിനെ അവർ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കും. രണ്ട് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വീട്ടിൽ അവരെ ഏറ്റവും അധികം ആദരിക്കുന്ന മാന്യരായ ചില വ്യക്തികളെ നേരത്തെ ഒരുക്കിക്കൊണ്ട് നിങ്ങൾ വേണത് ഇത് കൈമാറിയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സത്യമായിട്ട് കല്യാണം ഉറച്ചിരിക്കുന്നത് പറയണം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ ഈ കാര്യം? ആ വീട്ടുകാർക്ക് കയറി ഇന്ന ദിവസം കല്യാണം നടത്തിയേക്കാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ആലോചിച്ച കാര്യം തന്നെയാണ്. പക്ഷെ അത് ശരിയാണോ നിങ്ങളുടെ അർത്ഥത്തിന്? അതൊരു വൃത്തികേടാ അല്ലേ? ആ അമ്മച്ചി പറഞ്ഞ കാര്യം സത്യമാണ്, പ്രയോജനമുള്ളതാണ്. കാരണം കല്യാണ നിശ്ചയത്തിന് എന്താണെന്ന് പറയണ്ടേ? അവള് അമ്മച്ചിക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിൽ എന്നാ പറയാം, അത് ഞാനല്ലേ ഇപ്പോഴേ പറയേണ്ടത്. അതിന് പറയേണ്ട ആളിന് നിശ്ചയിച്ച് വെച്ചോണ്ട് അവരാ പറയേണ്ടത്. അത് കഴിയുമ്പോൾ എല്ലാവരും കൈകൊട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കും, കെട്ടിപ്പിടിച്ചൊരു ആശീർവാദമൊക്കെ കൊടുത്തേച്ച് അങ്ങ് പിരിയും. മനോഹരമായ കാര്യം നിർത്തും. അപ്പോൾ ആ കാര്യം സത്യമാണ് പറഞ്ഞത്, അത് പ്രയോജനമുള്ളതാണ്. പക്ഷേ അത് ആ വീട്ടുകാരിലല്ല പറയേണ്ടത്. ഇനി ആരാ? അവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മാന്യരായ രണ്ടുപേരെ അവർ കരുതി വെച്ചിട്ടുണ്ട്, അവരത് പറയേണ്ടത്. ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യം. മറ്റൊരു കാര്യം, ഒരു സഭയുടെ ഔദ്യോഗികമായ കാര്യം ബാബാ തിരുമേനി അധ്യക്ഷനായിരിക്കുന്ന സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു അച്ഛൻ കയറി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. വേറൊരു തിരുമേനിയും പറയണ്ട. അത് പറയേണ്ടത് ആരാ? ആ സഭയുടെ ഔദ്യോഗികമായ ഒരു കാര്യം പ്രഖ്യാപിക്കേണ്ടത് ബാബായാണ്. ബാക്കിയുള്ളവർക്കെല്ലാം കാര്യം അറിയാം. ആരുടെ മനസ്സിൽ തോന്നിയാലും ബാബ അവിടെ ഇരിക്കുന്നു, ബാബ പറയട്ടെ. ബാബ പറയാം, മോനെ എനിക്ക് പറയാൻ സൗകര്യമില്ല, നീ അങ്ങ് പറഞ്ഞാലെന്ന് പറഞ്ഞാൽ പറയുന്നത് ശരിയാണോ? അത് ശരിയായിരിക്കും. ഏതെങ്കിലും തിരുമേനിയെ വേണം നിയോഗിക്കാം, ഏതെങ്കിലും കോർപ്പിസ്കോപ്പന്മാരെയോ റമ്പാച്ചന്മാരെയോ അച്ഛന്മാരെയോ വൈദിക ട്രസ്റ്റിയോ സെക്രട്ടറി ആരെ വേണമെങ്കിലും നിയോഗിക്കാം. ഇതങ്ങ് പറഞ്ഞാൽ അത് ആ കൈയൊക്കെ നൂത്തി പറഞ്ഞാൽ അതും സത്യമാണ്, പ്രയോജനമുള്ളതാണ്, പറയേണ്ട സമയമാണ്, അയാൾ തന്നെയാണത്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ കൃപ കിട്ടുമോ? കൃപ വേണമെങ്കിൽ ഈ ചോദ്യം എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞാൻ തന്നെ പറയേണ്ടതാണ്, ഇപ്പൊ തന്നെ പറയാണ്, പറഞ്ഞില്ലേ ഇത് പാപമാകും. അങ്ങനെയുണ്ട്. കൃത്യവിലോപം എന്നതിന്റെ പേര്. പറയേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് സത്യമാണ്, അത് പ്രയോജനമുള്ളതാണ്, അത് ഇപ്പൊ തന്നെയാണ് പറയേണ്ടത്, മാറ്റിവെക്കാനൊക്കെ ഇല്ല. അങ്ങനെയുള്ള കാര്യം പറയാതിരിക്കുന്നത് പാപമാണ്, അത് ഏറ്റുപറയേണ്ട പാപമാണ്. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം കയറി പറഞ്ഞാൽ അതിന്റെ പേര് അകൃത്യമെന്ന് അതിന്റെ പേര്, അത് കൃത്യവിലോപം എന്നതിന്റെ പേര്, അത് പാപമാണ്. അത് അനേകരെ വിഷമിപ്പിക്കുന്ന അപമര്യാദ ഉണ്ടാക്കുന്ന കാര്യം, കൃപയും ഉപ്പും ഇല്ലാത്ത കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ കാലം നമ്മൾ ആരെക്കുറിച്ചല്ല എന്തെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു. ഈ ചോദ്യം ഈ അരിപ്പയിലെല്ലാം അരിക്കാതെ പറഞ്ഞതെല്ലാം ന്യായവിധിക്ക് ദൈവം എടുക്കാൻ പോവുക. എടുക്കണോ?
വേണമെങ്കിൽ ഇപ്പോഴേ കോടതി പോകൂ. നമ്മുടെ പേര് നോട്ടീസ് വരുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങളുടെ നാക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ പല ചൊവ്വാക്കാൻ നോക്കിയിട്ടുണ്ട്, പലരോട് പല കാര്യം പറഞ്ഞിട്ടുണ്ട്, പല ചൊവ്വാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്, പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടതായിരുന്നോ? ഞാൻ ചെയ്യേണ്ട സമയത്താണോ ചെയ്തത്? ഇതെല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ന്യായവിധി വരും, ഗുണത്തേക്കാൾ ദോഷം വരും. അതിനുവേണ്ടി ആ കേസിൽ നിന്ന് എടുക്കാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അതുകൊണ്ട് പൗലോസ്ലീഹ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ഞാനാണോ ഇത് പറയേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടൊക്കെ നോക്കണം. എന്നേക്കാൾ സീനിയേഴ്സ് എത്ര പേര് അവിടെ ഇരിപ്പുണ്ട്, അവരിൽ കൂടെ പറയേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതുകൊണ്ട് വീട്ടുകാരത്തേക്ക് ഒരു കാര്യം പറയാൻ അച്ചായനോട് പറയണം, അച്ചായ നോക്കിഞ്ഞൊരു കാര്യം പറയാനില്ലേ, എടി ഞാനത് പറഞ്ഞോളാം. അല്ലെങ്കിൽ ഞാനത് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം, ഞാനത് ബാവായെ കൊണ്ട് പറയിപ്പിക്കാം, തന്നെ വലിയൊരു മാന്യനായ വ്യക്തിത്വം അയാളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി ആലോചനയില്ലാതെ ചാടിക്കേറി പറയുന്ന കാര്യങ്ങൾ സത്യമായാലും പ്രയോജനമുണ്ടെന്ന് തോന്നിയാലും അത് അസമയത്ത് അസ്ഥാനത്ത് അയോഗ്യമായിട്ടാണ് പറയുന്നെങ്കിൽ അതിന് പേര് അന്യായമൊന്നും അതിക്രമമൊന്നും ഒക്കെയാണ്. അതിനൊരു ക്രെഡിറ്റും കിട്ടുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പല തലകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ആ വസ്തു നമ്മൾ അറിഞ്ഞിരിക്കണം. 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 1 ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുകയും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തുവാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു കാര്യം പറയണമെന്ന് തോന്നുമ്പോൾ ആരോട് ചോദിക്കണം? തലയോട് ചോദിക്കണം. തലയായ ക്രിസ്തുവേ, എന്നെ ഒരു ഭർത്താവാക്കിയിരിക്കുന്നു, ഞാനൊരു തലയാ, എൻ്റെ കീഴെ വേറൊരു തലയുണ്ട്, ഞങ്ങൾ 2-3 പേരും ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, പക്ഷേ തലയായ കർത്താവ് അത് അനുവദിച്ചാലേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബോധം നമുക്കുണ്ട്. ഏത് പുരുഷന്റെയും തല ക്രിസ്തുവാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനോട് ചോദിക്കാതെ പുരുഷന്മാർ പറയുന്ന കാര്യമെല്ലാം ന്യായവിധി നടത്തേണ്ട കേസുകളാണ്. സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ എല്ലാ സ്ത്രീയും ദൈവം കൊടുത്തിരിക്കുന്ന പുരുഷനോട് ചോദിച്ചിട്ടേ ഒരു കാര്യം പറയാവൂ. പുരുഷൻ പറഞ്ഞാലേ ചെയ്യാവൂ. അല്ല തോന്നിയ ഉണ്ടെങ്കിൽ ചാടിക്കയറി പറയല്ലേ വേണ്ടത്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ത്രീ, ഒരു കന്യക, ഏത് പുരുഷന്റെ കീഴില? അപ്പന്റെ കീഴില. കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ ആരുടെ കീഴില? ആ പിതാവിന്റെ കീഴില. പിതാവിന്റെ അനുവാദത്തോടെ മാത്രമേ ഒരു കന്യക ഒരു വീട്ടിലൊരു കാര്യം പറയാവൂ. അല്ലാതെ പറഞ്ഞാൽ അത് അസാധുവാണെന്നുണ്ട്. എന്നാൽ തീരുമാനം എടുത്താലും വാക്ക് പറഞ്ഞാൽ ഒരു വിലയില്ലെന്ന് പറഞ്ഞിരിക്കും. ഏറെ വചനമുണ്ട് അതിൽ. അപ്പോൾ ഈ കന്യകമാരായിരിക്കുന്നവർ, എനിക്ക് എൻ്റെ മുകളിൽ എൻ്റെ പിതാവ് ഒരു തലയായിട്ടുണ്ട്, ആ പിതാവിൻ്റെ മുകളിൽ യേശുക്രിസ്തു എന്ന മറ്റൊരു തലയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മുകളിൽ പിതാവെന്ന് പറഞ്ഞ മറ്റൊരു, ഈ തലകളോടെല്ലാം കാര്യങ്ങൾ പറയണം. എന്നിട്ടേ ഒരു കാര്യം ഉണ്ടാവും. അല്ല ചുമ്മാ ഒരുത്തൻ ലൈൻ അടിച്ചാൽ നമുക്ക് കിട്ടിയേക്കാൻ പോയേക്കാമെന്നൊക്കെ പറയല്ല. എത്ര സ്നേഹമൊക്കെ കാണിക്കും, വേണ്ടി ഇറങ്ങിക്കോ, വീട്ടിൽ നിനക്ക് വലിയ സ്നേഹമൊന്നുമില്ല, ഞാൻ നിന്നെ കൊണ്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലൈൻ അടിച്ചാൽ ഇറങ്ങിക്കൂടെ ഓരോന്ന്. അപ്പം ചൊവ്വാകും അത്? ഇല്ല. ആ ലൈൻ അടിക്കുക പറഞ്ഞാൽ പ്രേമിക്കാന്ന്, പ്രേമിച്ച് കല്യാണം കഴിക്കാന്ന് പറയുന്ന ലൈൻ അടിക്കാന്ന് ലേറ്റസ്റ്റ് ഭാഷയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒത്തിരി എണ്ണം ഇറങ്ങി പോകുന്നുണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ലൈൻ അടിക്കുമ്പോൾ ഉടനെ തന്നെ എൻ്റെ അപ്പനോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ കർത്താവിനോടൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തിലെ അപ്പച്ചനോടൊന്ന് ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ പള്ളിയിലെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ലൈനടി നടക്കുമോ? ഇല്ല. അത് ഇവരെല്ലാം ആലോചിച്ചിരുന്നു, കൊള്ളാമെങ്കിൽ അത് കെട്ടിക്കോട്ടെന്നേ, കൊള്ളാമെങ്കിൽ നടക്കട്ടെ, എല്ലാവരും കല്യാണത്തിന് കൂടുകയും ചെയ്യും, ഭംഗി അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചിട്ടുണ്ടോ? പൗലോസ്ലീഹയുടെ നല്ല ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? അതിനൊന്ന് കുമ്പസാരിക്കേണ്ട വിഷയമാണത്. അപ്പോൾ പൗലോസ്ലീഹയോട് ക്ഷമ ചോദിക്കണം. പൗലോസ്ലീഹയോട് ദൈവാത്മാവ് പറഞ്ഞ ഈ കാര്യം ഞങ്ങൾ ഇതുവരെയും അനുസരിച്ചിട്ടില്ല, ഞങ്ങൾ തോന്നിയതെല്ലാം അങ്ങ് തട്ടി വിടുക, അത് വലിയ പുണ്യമാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് മുകളിൽ എത്ര തലകളുണ്ട്? ഒരു സ്ത്രീക്ക് അപ്പനോ അല്ലെങ്കിൽ ഭർത്താവോ തലയായിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഒരു കാര്യം പറയാവൂ. അതിന് മുകളിൽ ആരുണ്ട്? യേശുണ്ട്. യേശുവിൻ്റെ മുകളിൽ പിതാവുണ്ട്. ഇനിയും പ്രായോഗികമായിട്ട് പറയുമ്പോൾ ഈ ചില പ്രശ്നം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു കന്യക, ഒരു പെൺകുട്ടി, അവൾക്കുള്ള ഒരു സങ്കടമോ സാരിയോ മറുപടി പറയാൻ വേണ്ടി അപ്പനോട് ചോദിക്കുമോ, എടി എനിക്കിപ്പോൾ നേരെയില്ല, ഞാൻ ഇന്ന കാര്യത്തിന് പോകുമോ, അവിടെ നിൽക്കാൻ. അത് ദേഷ്യപ്പെടുവരുത്. ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. പറയുന്ന കാര്യം കേൾക്കാനോ മറുപടി പറയാനോ ചിലപ്പോൾ അപ്പനെ ചിലപ്പോൾ സമയമില്ലെന്ന് വരാം. അപ്പം നിങ്ങൾ ചൊടിക്കരുത്. അപ്പം ആരോട് പറയണം?
കർത്താവിനോട് പറയണം. കർത്താവിനോട് പറയുമ്പോൾ കർത്താവ്, ഞാനിപ്പോൾ യുദ്ധക്കളത്തിലാണ്, ശത്രുവിനെ പാതവിടമാക്കാൻ വേണ്ടി ഞാനിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കിപ്പോൾ സമയമില്ല എന്നാണ് പറയാം. 110 സങ്കീർത്തനം. അപ്പൊ അതൊന്നും കുഴച്ചു. അപ്പൊ അതുകൊണ്ട് വിഷമിക്കുക. ഉടനെ ആരെ വിളിക്കണം? ഒക്കെ സ്വർഗത്തിലെ അപ്പത്തിനും അവിടെ ഹോട്ട് ലൈനാ, എല്ലാവർക്കും പ്രത്യേക ലൈനും കിടപ്പുണ്ട്. അവിടെ ഒരിക്കലും എൻഗേജ് ഇട്ടുകൊണ്ട് വരികയില്ല. അതുകൊണ്ട് അപ്പച്ച ഇങ്ങനെ ഞാൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിന് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യുദ്ധത്തിലാണ്. എന്റെ അപ്പനോട് പറഞ്ഞിട്ട് അപ്പൻ വേറെ ബിസിനസ്സിന് പോയിരിക്കുക. എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് കുടിച്ച് ലക്കില്ലാതിരിക്കുക. പറഞ്ഞ മറുപടി ഒന്നും കിട്ടുകയില്ല. ഇപ്പൊ ഞാൻ വിവരത്തിൽ എന്താ പറയേണ്ടത്? അപ്പൊ കർത്താവ് സ്വർഗത്തിലെ അപ്പച്ചൻ പറയും, നീ ഇന്ന കാര്യം ഇന്നപോലെ ചെയ്തേരെ, ഇന്ന കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കണോ? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം അപ്പനോട് പറയല്ലേ നല്ലത്. ഇത് പ്രായോഗികമായിട്ട് വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്നാ പറയണമെന്ന് തോന്നിയാൽ സ്വർഗത്തിലെ അപ്പച്ചനോട് ആദ്യം പറയണം. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് അടുത്ത കാര്യമാണ്. അപ്പച്ചനോട് പറയണമെന്ന് പറയുന്നത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 55 സങ്കീർത്തനം 22 വാക്യം. 55 സങ്കീർത്തനം 22 വാക്യം, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ. അപ്പം എന്തെങ്കിലും വർത്താനം പറയണോ വേണ്ടായോ എന്നുള്ള ആ ഭാരം ഞാനാണോ പറയേണ്ടത്, സത്യമാണോ, പ്രയോജനമുണ്ടോ, എന്താ ചെയ്യണമെന്ന് വ്യാകുലപ്പെടുമ്പോൾ ആരെ അറിയിക്കണം? സ്വർഗത്തിലെ അപ്പച്ചനെ അറിയിക്കണം. അപ്പച്ചനെ നമുക്ക് അറിയിക്കണമെങ്കിൽ അപ്പച്ചന്റെ അടുത്തേക്കുള്ള വഴിയാണ് പുത്രൻ. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല. എഫേസ്യർ 2 അധ്യായത്തിലുണ്ട്. ഇനി പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പുത്രന്റെ അടുത്ത് പോകാൻ നോക്കുകയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ അങ്ങനെയാണ് ആദ്യം ആരോടാ പറയേണ്ടത്? പരിശുദ്ധാത്മാവിനോടാ പറയേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെയുള്ള കാര്യസ്ഥൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏത് കാര്യം പറയണമെന്ന് തോന്നിയാലും ആദ്യം ആരോട് പറയണം? കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് അത് എന്റെ ഭർത്താവിനോടൊന്ന് പറ, എന്റെ കർത്താവിനോടൊന്ന് പറ, ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം, ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനോട് പറഞ്ഞ കർത്താവ് മിണ്ടാതിരിക്കുവോ? അവർ ഇല്ലെങ്കിൽ സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കി പറയും. കാരണം ദൈവം കൽപ്പിക്കും, അവളോട് പറ ഈ കാര്യം. അപ്പൊ കേൾക്കാതിരിക്കാനുവോ? അപ്പൊ നമ്മൾ പറഞ്ഞ കേൾക്കാഞ്ഞതിന്റെ കാര്യം എന്നാ? നമ്മുടെ റൂട്ട് ശരിയായില്ല. നമ്മൾ അസ്ഥാനത്തൂടെയാണ് കാര്യങ്ങൾ എത്താതെ ചെയ്തത്. അതെല്ലാം നിർത്തി വെച്ചിട്ട് ആദ്യം കാര്യസ്ഥനെ വിളിച്ച് കാര്യസ്ഥനെ വിവരിപ്പിച്ച കാര്യം ഭംഗിയായി നടത്തി. അതിന്ന് ക്ഷമ ചോദിക്കണ്ടേ? അങ്ങനെ പ്രോപ്പർ ചാനലിൽ കൂടെ കാര്യം വന്നാൽ അനാവശ്യമായിട്ട് ഒന്നും പറയേണ്ടി വരികയില്ല. അപ്പൊ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്ന ഉടനെ സമാജത്തിനൊക്കെ പോകുന്ന വീട്ടുകാരത്തിയാണ്, ഭക്തിയുണ്ട്, വേദോസം എല്ലാം നല്ലോണം അറിയാം. ഉടനെ അതിന് ഒരു മതപ്രസംഗം തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഭംഗിയായിരിക്കുമോ? ഭർത്താവ് അവിടെ ഇരിപ്പുണ്ട്, വേറെ വിശിഷ്ടാതികൾ പലരുണ്ട്. ഇത് സുവിശേഷ വേല ചെയ്യേണ്ടതാണ്. ഇവരോട് 2 വാക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചൊരു വീട്ടുകാരത്തി ആരോടും ചോദിക്കാതെ സുവിശേഷ പ്രസംഗം തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാകുമോ? അത് ഭർത്താവിനെ ഏറ്റവും വേദനിപ്പിക്കുന്നു, ഭർത്താവിനെ അപമാനിക്കുക അല്ലേ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭാര്യ സംസാരിച്ചാൽ ഭാര്യ തലയാകുക, ഭർത്താവിനെ കാലുവാക്കുക. അതൊരു കേസല്ലേ? അത് ഏറ്റുപറയേണ്ട കാര്യമാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉചിതമായും ചന്തമായും എല്ലാ കാര്യം നടക്കണം. പറയുന്നത് കൃപയും ഉപ്പ് ഉള്ളതാണെങ്കിൽ ഭർത്താവ് ഇരിക്കുമ്പോൾ ഭർത്താവ് അച്ചായോ രഹസ്യമായി ചോദിക്കുന്നത്, ഞാൻ രണ്ട് വചനം ഇയാളോട് പറയട്ടെ, വചനം പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, ഞാൻ ഒരു സാക്ഷി ഒന്ന് പറഞ്ഞോട്ടെ. ഭക്തിയുണ്ടാ? ഇപ്പം വേണ്ട, ഞങ്ങൾ വേറെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, പോകാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരം തരാം. ഭംഗിയില്ലേ? ഇത് കയറി വന്ന ഉടനെ സുവിശേഷ വേല എന്ന് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അത് ആ വീട്ടുകാരന് വിഷമം ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. കൃപയൊപ്പമുള്ള വാക്കില്ലാതെ അസമയത്ത് അസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ആർക്കെല്ലാം മുറിവുണ്ടാക്കിയിരിക്കുന്നു, ആരെയെല്ലാം അപമാനിച്ചിരിക്കുന്നു. അതെല്ലാം സ്വർഗത്തിൽ കേസ് കിടപ്പുണ്ട്. ആ കേസ് തീരണോ? അങ്ങനെ ആ കേസുണ്ടെന്ന് ബോധ്യമുള്ളവരൊന്ന് എഴുന്നേറ്റാട്ടെ. അവർക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗകോടതി തുറക്കാൻ പോവാണ്, അപേക്ഷ അയക്കാൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലും നമ്മുടെ സഭയിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കുകയാണ്. പിതാവിലും പുത്രനുള്ളതായ വിശ്വാസം പുതുക്കി പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനുള്ളതായ നമ്മുടെ ബന്ധത്തിൽ ആ വിശ്വാസവും നമ്മൾ പുതുക്കുകയാണ്. വിശ്വാസമുള്ളവർക്ക് വിശ്വസ്തതയും കൂടെ കാണിക്കണം. പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിനെ കർത്താവ് സകലം ഏൽപ്പിച്ചിട്ട് കല്യാണത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടത്തുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ്. എലിയാസാറാണ് റിബേക്കയുടെ കല്യാണക്കാരെയെല്ലാം കൈകാര്യം ചെയ്തത്. ആ റിബേക്ക എലിയാസാറിൻ്റെ കൂടെ ഇസാക്കിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. റിബേക്ക ഒന്നും സ്വന്തമായിട്ട് ചെയ്തില്ല. റിബേക്ക കുനിഞ്ഞങ്ങിരുന്നു. വിവാഹ നിശ്ചയം നടന്ന മോതിരം കയ്യെ കിടപ്പുണ്ട്. എനിക്ക് അച്ചായനെ കാണണം, ഇനി അച്ചായൻ എന്തെങ്കിലും പറഞ്ഞാലേ എനിക്കെന്തുള്ളൂ, എനിക്കൊന്നും കാണണ്ട, എനിക്കൊന്നും അറിയുകയും വേണ്ട. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന
ആ റിബേക്കയുടെ മനോഭാവം. വാഹനം മൃഗത്തിൽ കയറി കുനിഞ്ഞങ്ങിരുന്നു. അവിടെ എലിയാസാൽ കൂടെ കേട്ടതായ വചനങ്ങൾ അയവർക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ജീവിത പങ്കാളിയെ കിട്ടിയിരിക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. എത്രയും വേഗം എനിക്ക് അവിടെ എത്തണം, ആ ആളിൻ്റെ കൂടെ കുടുംബ ജീവിതം ആരംഭിക്കണം. എനിക്ക് വേറെ ആരെയും വേണ്ട, ആരെയും കാണുകയും വേണ്ട, അറിയുകയും വേണം. ഈ ഒരു മനോഭാവം നോക്കുമ്പോൾ നമ്മുടെ എല്ലാം കല്യാണം നിശ്ചയം കഴിഞ്ഞതാണ്. ആരുമായിട്ടാണ്? സ്വർഗീയ മണവാളനായ യേശുവായ മാമോദീസയുടെ ദിവസം ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. വിവാഹമോചനം കൈ കിടപ്പുണ്ട്. നമ്മൾ ആരെയെല്ലാം നോക്കി നടക്കുന്നു, എന്തെല്ലാം നോക്കി നടക്കുക, എന്തെല്ലാം കേട്ട് നടക്കുക. അപ്പോഴെല്ലാം ഈ മണവാളൻ അവിടെ ഇരുന്ന് വേദനിക്കുക. എൻ്റെ അടുത്ത് ഏകുന്ന വരേണ്ടവൾ അവിടെ എവിടെയും നോക്കി നടക്കുന്നു. കല്യാണം നീണ്ടുപോകുന്നതിൻ്റെ കാര്യം ഇതാ. കല്യാണം ഉറപ്പ് കഴിഞ്ഞ് കല്യാണം നടക്കാത്തതിൻ്റെ കാര്യം തന്നെ. കല്യാണം ഉറപ്പ് കഴിഞ്ഞ് വേറെ പഴയ കൂട്ടുകാരനുമായിട്ട് ലാസാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ വീഡിയോ പിടിച്ചിട്ട് മണവാളിനെ ഇറക്കിയത് നീ കെട്ടാൻ പോകുന്നത് ഇന്നോടിൻ്റെ കൂടെ നടക്കുന്ന കണ്ടു, സ്കൂളിൻ്റെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടു. കല്യാണം നടക്കുമോ? തെന്നിപ്പോവും. അപ്പൊ കർത്താവിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാര്യം മാമോദീസ ഏറ്റതിന് ശേഷം, വിവാഹ നിശ്ചയം മോതിരം കൈ കിടന്നിട്ടതിന് ശേഷം, സ്വർഗത്തിലെ അപ്പച്ചന്റെ അല്ലെങ്കിൽ ഈ പുത്രന്റെ അനുവാദം ഇല്ലാതെ പലരെയും നോക്കിയിട്ടുണ്ട്, പലരെയും തൊട്ടിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്, പലരെയും പുറകെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം സ്വർഗത്തിൽ റിക്കാർഡിന് പോയിരിക്കുന്നു. കല്യാണം നടക്കുമോ? അപ്പൊ കർത്താവിന്റെ കല്യാണം മുടങ്ങി ആരാ? ഞാൻ എന്നോട് പറയാം. നിങ്ങൾക്ക് ഓരോരുത്തരും പറയാനൊക്കുമോ? കർത്താവ്, ഞാൻ അതിന്റെ കല്യാണം മുടങ്ങി. ഇനിയൊരു കല്യാണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊല്ലം 2000 കല്യാണം. ഞാൻ ഇതാ വരുന്നു പറഞ്ഞിട്ട് വരാനൊക്കാത്ത ഞാൻ കാരണമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മുടെ കുറവ് നമ്മളോട് പറയാം. അങ്ങനെ കർത്താവിന്റെ വേദന തീർത്ത മേലെ ഞാൻ കുനിഞ്ഞിരുന്നോളാം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. കർത്താവിനെങ്കിലും നോക്കാൻ പറഞ്ഞാലേ നോക്കുകയുള്ളൂ. കർത്താവിനെ ചിന്തിക്കാൻ പറഞ്ഞാൽ ചിന്തിക്കുള്ളൂ. എനിക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആ വിശ്വസതയാണെന്നല്ലേ കല്യാണം നടക്കുകയുള്ളൂ. അതിനുണ്ടായിരിക്കുന്ന ആ അകന്നുപോയ അനുഭവം ഭർത്താവിനോട് ചോദിക്കാതെ ഭാര്യമാരെന്നെല്ലാം പറഞ്ഞിരിക്കുന്നു, എവിടെയെല്ലാം പോയിരിക്കുന്നു, എന്തെല്ലാം ചെയ്തിരിക്കുന്നു. അവിടെ ഇപ്പം തന്നെ അങ്ങ് ക്ഷമ ചോദിക്കണം. എങ്കിലേ ദൂരസ്ഥരും സമയത്തിന് തമ്മിൽ നിരക്കുള്ളൂ. ഇപ്പൊ യാചിക്കേണ്ട സമയത്ത് ദൂരസ്ഥരും സമയത്തിന് തമ്മിൽ നിരന്ന് ഒരുമനപ്പെട്ടാലേ ഇത് ദൈവത്തിലേക്ക് പോയിട്ട് അനുഗ്രഹം വഴങ്ങി പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മരിച്ചുപോയ അമ്മായിപ്പനോടോ അമ്മായിയമ്മയോടോ ആരോടെങ്കിലും പിണങ്ങി അവരെ വേദനിപ്പിച്ച വാക്കുകൾക്ക് ക്ഷമ ചോദിക്കാതെ പോയെങ്കിൽ ഇപ്പൊ തന്നെ അവരോട് ക്ഷമിക്കണം. അവിടെ മാലാഖ ഇവിടെ വന്നിട്ടുണ്ട്. വാങ്ങിപ്പോയവരോട് അവരെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച കേസ് വല്ലതും ഉണ്ടെങ്കിൽ മാലാഖയോട് ഇപ്പം പറഞ്ഞാൽ മതി, ക്ഷമിക്കണം, ഒന്ന് പറഞ്ഞേക്കണേ, ഞാൻ ക്ഷമ ചോദിക്കുമെന്ന് പറയണം. ഭാര്യയും ഭർത്താവും കൂടി ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് അനുവാദം കൂടാതെ ഭർത്താവിനെ പറഞ്ഞ് മുറിവേറ്റ ഏതെങ്കിലും ഭർത്താക്കന്മാരോട് നിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ വേണം ഇപ്പം ഇവിടെ എന്നെ ചായ ക്ഷമിക്കണം, ഇന്നത്തെ കുർബാന അനുഭവിക്കുന്ന എനിക്ക് അനുഗ്രഹമാണെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പ്രായോഗികമാക്കിയെങ്കിൽ മാത്രമേ ഇന്നത്തെ കുർബാന സ്വർഗത്തിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ദൂരെയുള്ളവരോട് അവരുടെ മാലാഖയോട് പറഞ്ഞു വിടുക. അടുത്തുള്ളവരോട് ഇപ്പൊ തന്നെ പോയി കൈ കൊടുക്കുന്ന അവർ തമ്മിലാ കൈ കൊടുക്കേണ്ടത്. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് വന്നിട്ട് ഭർത്താവിന് ദുഃഖം വല്ലതും ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് ദുഃഖം ഉണ്ടെന്ന് ഭർത്താവിന് ബോധ്യമുണ്ടെങ്കിൽ കൈ കൊടുക്കേണ്ടത് അവർ തമ്മിലാണ് ആദ്യം. എന്നിട്ട് ഇന്ന് നമ്മൾ കേട്ടത് തമ്മിൽ കൊടുത്തിട്ട് മറ്റുള്ളവർ കൂടെ കൊടുക്കാൻ അതിനുള്ള അവസരം തരാൻ പോവുക. ആർക്കൊക്കെ കൈ കൊടുക്കണം, എന്തൊക്കെ ചോദിക്കണം കാര്യം ഓർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഞാൻ നിങ്ങളെ ഇത് വേണ്ടവർ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും ധ്യാനമന്ദിരം പൂട്ടിയത് ഞാനാണ് ഉത്തരവാദി. മൈലപ്ര ധ്യാനമന്ദിരം പൂട്ടിച്ചതിന് പറയും ഞാനാണ് ഉത്തരവാദി. എനിക്ക് വേറെ ആരോടും കുറ്റവും പറയാനില്ല. ഞാൻ ബാബാ തിരുമേനിയോട് ക്ഷമ ചോദിച്ചു, തിരുമേനിമാരോട് ക്ഷമ ചോദിച്ചു. ഇപ്പോൾ അവിടെ താമസിക്കുന്ന എല്ലാ പുരോഹിതരെ ഇന്നും പോയി കണ്ടേച്ചാൽ മതിയിരിക്കും. അവർക്കെല്ലാം കൈ കൊടുത്ത് അവധി എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് അവരെ അറിയിച്ചിട്ടുവാ. അങ്ങനെ അതിന് ശേഷമായി ഇത്രയും അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നുള്ള കാര്യം ഓർപ്പിക്കും. ഇങ്ങനെ വിധേയപ്പെടേണ്ടവർ വിധേയപ്പെട്ട് കൊടുക്കേണ്ടത് കൊടുത്ത് വാങ്ങേണ്ടത് വാങ്ങി മാത്രമേ അനുഗ്രഹം കിട്ടൂ എന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. കുർബാന അംഗീകരിക്കുക എന്നുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ശ്രീവാപെരുന്നാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ചത്തെ ആരാധനയിലാക്കാക്കിയുള്ള ഒരുക്ക ധ്യാനം വെള്ളിയാഴ്ച എത്തിയിരിക്കുന്നു. നാളെയും 8 മുതൽ 11 വരെയുള്ള ഒരുക്ക ധ്യാനത്തിന് ശേഷം ഞായറാഴ്ച ഇവിടെ 8 മണിക്ക് ആരംഭിച്ച് 10 തീരുന്നതായ ശ്രീവാപെരുന്നാൾ 6ാമത്തെ ഞായറാഴ്ച ആരാധന അനുഗ്രഹകരമാകുവാൻ, കുരിശെടുത്ത് കിരീടം പ്രാപിപ്പാൻ, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴിയിൽ കുരിശെടുത്ത് കിരീടം പ്രാപിക്കാനുള്ള മനോഭാവം ആർജിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് കിട്ടിയതായ ഉൾക്കാഴ്ചകൾ പ്രാർത്ഥനയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് കേട്ടതായ സന്ദേശപ്രകാരം കൃപയും ഉപ്പുമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് നമ്മൾ സുവിശേഷമായിരിക്കും പറഞ്ഞത്, വചനമായിരിക്കും പറഞ്ഞത്. പക്ഷേ അത് അസമയത്ത് അസ്ഥാനത്തായതുകൊണ്ട് അത് ദോഷമായി പോയി, അത് പാപമായി പോയി. എവിടെ പോയാലും ആരോടും എന്തെങ്കിലും പറയണം തോന്നിയാൽ അതിന് മേലധികാരിയോട് ചോദിച്ചിട്ട് വേണം പറയാൻ. ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസോ അതിനെ നീ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ TTCയോ അല്ലെങ്കിൽ MEdോ BEdോ ഒക്കെയുള്ള ഒരു ടീച്ചർ ജോലിയില്ലാതെ വഴിയെ നടക്കുമ്പോൾ
ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ടീച്ചറില്ലാതെ പിള്ളേർ അവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ അപ്പോൾ കരുണ തോന്നുന്നു, അയ്യോ ഞാൻ ഇന്ന് ക്ലാസ് എടുത്തേക്കാം. വഴിയെ പോകുന്ന ഒരാൾ ക്വാളിഫിക്കേഷനുള്ള ആളാണ്, ദയുള്ള ആളാണ്, പിള്ളേരോട് കരുണയുണ്ട്, മറ്റുള്ള പിള്ളേർക്ക് പഠിക്കാനും നോക്കുന്നില്ല, അവർക്ക് ഇങ്ങനെയൊന്നും ആയിട്ട് അലച്ചുകൊണ്ടിരിക്കുക, അവരെ നിയന്ത്രിക്കാൻ ആളുമില്ല. അപ്പോൾ വഴിയെ പോകുന്ന ടീച്ചർ വിചാരിക്കുക ഞാനൊരു ഉപകാരം ചെയ്തേക്കാം, ഞാൻ ആ ക്ലാസ് അങ്ങ് എടുത്തേക്കാം, എനിക്കൊരു ശമ്പളവും വേണ്ട, സ്കൂൾ ഭംഗിയായിട്ട് നടന്നോട്ടെ. ശരിയാകും എന്താ ടീച്ചറെ മെച്ചമായിട്ടിരുന്നയാളല്ലേ, എന്താ അഭിപ്രായം? ആ ടീച്ചർ ചെയ്യുന്നത് ഉപകാരമാണോ ഉപദ്രവമാണോ? എന്താ പറഞ്ഞാണ്ട് ഉപദ്രവമാണ്. എന്നാൽ മര്യാദക്കാരനാണ്, ന്യായബോധമുണ്ട്. എന്നാൽ ആദ്യം അഡ്മിഷൻസെ പോയി, അല്ലെങ്കിൽ മാസ്റ്റത്തെ ഞാൻ ടീച്ചറാണ്, ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുക, ഞാൻ ഈ പിള്ളേരുടെ ബഹളം കേട്ടുകൊണ്ട് ഇതിൽ കയറി വന്നതാണ്, ഞാൻ ആ ക്ലാസ്സിന് എടുത്തോട്ടെ. അയ്യോ വലിയ കാര്യം, എല്ലാവരും അവധിയായിരുന്നു, എനിക്കെല്ലാം കൂടെ നോക്കാൻ വിഷമമാണ്, ഞാൻ ഒരാളെ കിട്ടിയ വലിയ കാര്യമാണ്, സാറൊന്ന് എടുത്താട്ടെ. എത്ര ഭംഗിയായിരിക്കും ആ കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എവിടെ എന്ത് ചെയ്യണമെന്ന് തോന്നിയാൽ മേലധികാരികളുണ്ട് നമുക്ക്, അവരുടെ അനുവാദത്തോട് ചെയ്തില്ലെങ്കിൽ അത് ധിക്കാരമെന്ന് അതിൻ്റെ പേര്. അതിനൊരു പ്രതികൂലവും കിട്ടുകയില്ല, ശിക്ഷയാകാൻ പോകും. മനസ്സിലായോ? എവിടെയെല്ലാം നമ്മൾ ധിക്കാരം കാട്ടിയിട്ടുണ്ട്. വീട്ടിലെ, നാട്ടിലെ, സ്കൂളിലെ, ഓഫീസിലെ, വഴിയിലെ. ട്രാഫിക് പോലീസ് നിൽക്കുമ്പോൾ ഒരാൾ എനിക്കിപ്പോൾ ധൃതിയാണെന്ന് പറഞ്ഞ് കയറി അങ്ങ് പോയാൽ, സിഗ്നൽ തെറ്റിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും? ധിക്കാരമാണ്, കേസെടുക്കും. അത്യാവശ്യമാണെങ്കിൽ ആ പോലീസിനോട് പറയണത് ഈ പച്ചലൈറ്റ് കാണുന്നവർ നോക്കിയിരിക്കും, നേരെയില്ല, ഞാനൊരു രോഗിയെ കാണാൻ പോലെ ഒരു അത്യാവശ്യത്തിൻ്റെ കാര്യത്തിന് എന്നോട് ക്ഷമിക്കണേ, ഞാനത് കയറിപ്പോൾ പൊക്കോളാൻ പറയും. ആ ട്രാഫിക് പോലീസ് അവിടെ നിൽക്കുമ്പോൾ അയാളോട് ചോദിച്ചിട്ട് വേണം പോകാൻ. നിയമം ലംഘിക്കണമെങ്കിൽ അല്ലെ അതിനൊക്കെ കാര്യമുണ്ടെങ്കിൽ ആൾ അനുവദിക്കാതെ പോയാൽ അത് ധിക്കാരമെന്ന് അതിൻ്റെ, അത് അഹങ്കാരമെന്ന് അതിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ടവരോട് ചോദിക്കാതെ, വിധേയപ്പെടേണ്ടവരോട് വിധേയപ്പെടാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ഗുണത്തേക്കാൾ ദോഷമാണ് വരുത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കുറ്റം നിങ്ങളോട് പറയുക. കുർബാനയ്ക്കിടയിൽ വന്നിരിക്കുന്നവരുടെ നിലവാരം കർത്താവിന് വെളിപ്പെടുത്തി തരുന്നത് ഇന്ന പ്രശ്നമായിട്ട് ചില വന്നപ്പോണ്ട് അതിന് ഇന്ന സന്ദേശം കൊടുക്കുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് കുർബാനയ്ക്കിടയിൽ സന്ദേശം കൊടുക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് പ്രയോജനമാണ്. പക്ഷെ ഞാൻ ചെയ്ത കുഴപ്പം എന്നാണെന്നറിയാമോ? ഞാനത് സുപ്പീരിയറോടും മേലധികാരിയോടും ചോദിച്ചേ വേണ്ടായിരുന്നു ചെയ്യാൻ. ഞാനത് ചെയ്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞോളുക. എങ്ങനെ തോന്നുമ്പോഴല്ല എന്നാ മറ്റവരുടെ വിചാരം, തോന്നുമ്പോഴെല്ലാം കുർബാന നിർത്തിയേച്ച് വർത്തമാനം പറയുക. അതാണ് എൻ്റെ പേരിലുള്ള തെറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടപ്രകാരമാണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് അവിടുത്തെ വിസിറ്റർ ബിഷപ്പും കൂടെ അനുവദിക്കണം, സുപ്പീരിയർ അനുവദിക്കണം. അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് ധിക്കാരമാണ്. അതുകൊണ്ടാണ് പൊട്ടിക്കെട്ടിപ്പോയത്. മനസ്സിലായോ? അപ്പം ബാബാതിമേൻ്റെ അടുത്ത് പോയ റിപ്പോർട്ട് ഇതാ, ഇയാൾ ഞാൻ കുർബാന നീട്ടിക്കൊണ്ടങ്ങ് പോവുക, ഇടയ്ക്കിടയ്ക്ക് എല്ലാം വർത്തമാനവും പറയുന്നു. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സിക്ക് എതിരാണ്. ഇങ്ങനെ പോയാൽ സഭ പൊട്ടിപ്പോവും, ഇവർ വേറെ വല്ലയിടത്തും പോവും, ഇവർ അവിടെ പോവും, ഇവിടെ പോവും, പെന്തക്കോസ്താവും, കോട്ടയം പോവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ഒരു കൽപ്പന, രാവിലെ 7 തൊട്ട് 8:30 വരെ കുർബാന. ഒത്തിരി പേര് കാലേ പിടിച്ച് ചോദിച്ചു, ആ കുർബാനയും ധ്യാനം കൂടെ ഒന്നിച്ച് താമസിച്ചു. അതിൽ പറ്റില്ല, ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അനുസരിച്ച് ഇന്ന് 7 മണി തൊട്ട് 8:30 വരെ ഞാൻ അവിടെ കുർബാന സംബന്ധിച്ചിട്ടാണ് വരുന്നത്. അവിടുത്തെ ഒരു അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടി അച്ഛന് കയ്യും കൊടുത്ത് എനിക്കിങ്ങനെ ഒരു അനാഥ ബന്ധത്തിന് ആഹാരം കൊടുക്കുന്ന പരിപാടി നേർച്ചയുണ്ട്, പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വന്നിരിക്കുക. അവിടെയുള്ള എല്ലാ അച്ഛന്മാരും ചോദിച്ചാൽ വന്നത്. മനസ്സിലായോ? അങ്ങനെയല്ല ഞാൻ മുമ്പ് ചെയ്തതെന്നുള്ളത്. ധ്യാനബന്ധത്തിൽ ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് കയറുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മുകളിൽ ചില തലകൾ ഉണ്ടായിരുന്നു, ഞാൻ അവരെ ആദരിച്ചില്ല, അവർ അനുവാദം ചോദിച്ചില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് കയറി അങ്ങ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ല ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. വല്ലവരും ഉണ്ടോ അവിടെ? പോയി കിട്ടി. ഉള്ളൊരു ധ്യാനബന്ധനം പൂട്ടി കിട്ടി. ഇനി ഉടനെ നന്നാക്കാനൊക്കെ പോകും. കൽപ്പന പ്രകാരം ഇപ്പോൾ 7 തൊട്ട് 8:30 വരെ കുർബാനയുണ്ട് അവിടെ. അച്ഛനും കപ്പ്യാരും കാണും, ഒരാളും 2 പേരും കൂടെ കാണും. അപ്പോൾ ആ കാര്യം ഞാൻ പഠിച്ചെന്നോ, ഞാൻ അവിടെ ആരെയും പരിഹസിക്കുന്നില്ല, എതിർക്കുന്നില്ല. എൻ്റെ ഒറ്റ ഞാനങ്ങ് ഏറ്റുപറയുക. നമ്മൾ അവരോട് കുറ്റം ഏറ്റു പറഞ്ഞാൽ അവർ വിളിച്ചു വരുത്തിയും ചൊല്ലിക്കും. ആള് നിന്ന് കഴിയുമ്പോൾ ഇപ്പോഴേ ഭണ്ണാരത്തിൽ പൈസ വീഴുന്നില്ല. ഇപ്പം സുപ്പീരിയർ പോയിരിക്കുക ഗൾഫിലേക്ക് പൈസ വാങ്ങിക്കാൻ. കാരണം ചിലവിന് കഴിയുന്നില്ല, ആരും പൈസ അവിടെ ഇടുന്നില്ല, ആരും വരുന്നുമില്ല. അപ്പം വിളിക്കാത്തത് കയറി അങ്ങ് പോവുക. ഞാനങ്ങ് വരിക എന്നും പറഞ്ഞ് പഴയ പരിചയം വെച്ചുകൊണ്ട് പോയി ഓരോ പരിപാടി ചെയ്യുക. അതങ്ങനെ മൂക്കട്ടം കേട്ടോ. ശരിക്കും മൂത്ത് കഴിയുമ്പോൾ ആൾ വരുന്ന പരിപാടി വേണമെന്നുള്ളവർക്ക് ബോധ്യമാകും. പഴയ പോലെ 9 തുടങ്ങി 12 അവിടെയും വേണമെന്ന് പറയും. ഒരച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ കുർബാന ഇല്ലേച്ച് പോകട്ടെ, അവിടെയും ധ്യാനം വേണമെന്ന് ഒരച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സംബന്ധിച്ചേക്കാമെന്ന് പറഞ്ഞു. കൽപ്പന അനുസരിച്ച് ഞാനും അവിടെ കുർബാന എഴുതിയിട്ടുണ്ട്. 7 മണി തൊട്ട് 8:30 വരെ ഞാനും കപ്പ്യാരും കൂടെ എന്നിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അല്ല, കൽപ്പന വെള്ളിയാഴ്ചയൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അനുസരിച്ചേച്ച് ഇവിടെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നു.
അപ്പോൾ അവിടെ അവർ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ കാണാതിരിക്കുന്നതിന് ന്യായമായിട്ടാണ് അവധി എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ അവധിയിലായിരിക്കും പിന്നെ അവിടെ ഹാജരാകണോ? വേണ്ട, ലീവ് ലെറ്റർ കൊടുത്താൽ ചെയ്യണം ഒന്നിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണം കേസെടുക്കാം, ധിക്കാരിയായിട്ട് പോയെന്ന് പറയാം. അത് വരാതിരിക്കാൻ വേണ്ടി ലീവ് എടുത്തോണ്ടാണ് ഞാനിവിടെ വന്ന്. എപ്പോൾ വേണമെങ്കിലും ആ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകാം. അവർക്ക് വേണേൽ എന്നെ വിളിക്കാം, എനിക്ക് വേണേൽ അങ്ങോട്ട് പോകാം, എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം. അപ്പോൾ കുഴപ്പമുണ്ടോ? അപ്പം അങ്ങനെയല്ല, ഉചിതമായും ചെന്നായും ക്രമമായും നിയമപ്രകാരം ചെയ്തില്ലെങ്കിൽ നല്ല കാര്യം ചെയ്താൽ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും. ശുദ്ധഗതിക്ക് നമ്മൾ പറഞ്ഞു ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ദുഷ്ടന്റെ ഫലമായിരിക്കാം. അങ്ങനെയുള്ള കേസുകൾ പരിഹരിക്കാൻ ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനുള്ള 1-2 പേർക്കൂടെ അവസരം നൽകുക. പറഞ്ഞാട്ട് വേണ്ട, പിന്നെ മതി. ഈ സാറിന് ഇനി ഒരു സാക്ഷ്യം പറയാനുണ്ടോ? ഇന്നത്തേക്ക് ഇത് മതി. ഇനിയും ദിവസം വേണമല്ലോ. അപ്പോൾ 2 പേര് പെൻഡിങ്ങിലാണ്. ഇനിയും വേണ്ടിയവർക്ക് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അനുവാദം വാങ്ങിച്ച് അഭിഷേകം വാങ്ങിച്ച് വേണം. പ്ലാവ് വല്ലതും ഉണ്ടോ നോക്കി നല്ലപോലെ ഈയൊക്കെ പൂശിയ പാത്രത്തിൽ ഈയം പൂശിയ നല്ല പാത്രം ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് വേണേൽ കൊടുക്കാം. സാക്ഷ്യം പറയാൻ 2 പേര് ബുക്കിങ്ങിലായിട്ടുണ്ട്. അങ്ങനെ അത് ബുക്കിംഗ് തുറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബുധനും വെള്ളിയും സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം കുർബാനയെ സംബന്ധിക്കാൻ അവസരമുണ്ട്. ഇന്നത്തെ കാര്യങ്ങളോട് സമാഹരിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഇന്ന് തന്ന അവസരത്തിന് നന്ദി പറയുന്നു. പാവത്തെ